പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സൗത്ത് ഇന്ത്യയിലേക്ക് പുതിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടി കടന്നു വരികയാണ്. ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. ഇതാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. എൻ്റെ പേര് മുഹമ്മദ് ജാബിർ. ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്. ഇത് ഫമീൽ മുഹമ്മദ് നമ്മുടെ ഓൺലൈൻ വിഭാഗത്തിൻ്റെ അക്കാഡമിക് ഹെഡാണ്. ഈ സ്ഥാപനം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് നീറ്റ് ജെഇ റിപ്പീറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ എൻട്രൻസ് ഓറിയൻറ്റഡായി താഴ്ന്ന ക്ലാസ് മുതൽ ഫൗണ്ടേഷൻ മുതൽ ഓരോ ക്ലാസ്സുകളും ഏറ്റവും ഗംഭീരമായിട്ട് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ഥാപനം കടന്നു വരുന്നത്. എന്തൊക്കെയാണ് ഫമീൽ സാറേ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? സാറേ, തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് അപ്പോൾ ഇത്തരം ഒരു പുതിയ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇത് മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്, ഇതറിയാനായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. കാരണം +2 ഒക്കെ കഴിഞ്ഞൊരു സന്ദർഭത്തിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ ഒരു ഡിസിഷൻ എടുക്കുന്നൊരു ടൈമാണ്. അപ്പോൾ പല കാര്യങ്ങളും അവരെ മുന്നിലൂടെ ഇങ്ങനെ കടന്നുപോയി ആ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത സാറേ, കേരളത്തിന് വളരെ സുപരിചിതമായ ഒരു ഹൈബ്രിഡ് സ്ട്രക്ചറുണ്ട്. അതെ, നമ്മൾ ആ സ്ട്രക്ചറിലൂടെ കുറേ കാലമായിട്ട് നമ്മളൊക്കെ കടന്നു പോയതാണ്. കേരളത്തിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ആശയമാണ് അല്ലെങ്കിൽ ഒരു പഠന രീതിയാണ് ഫ്യൂച്ചർ മുന്നോട്ട് വെക്കുന്നത്. ആ പഠന രീതി എന്ന് പറയുമ്പോൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വിഭിന്നമായി എന്താണ് ഈ സ്ഥാപനത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ വ്യക്തമാക്കാൻ പോകുന്നത്. കാരണം നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ ഒരു റിപ്പീറ്റർ കുട്ടിയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത്, എസ്പെഷ്യലി നമ്മളൊരു നീറ്റ് സ്റ്റുഡൻറ്റിനെ എടുത്ത് പറയുന്ന സമയത്ത്, അവർ കൂടുതൽ തിയറിയിൽ ഫോക്കസ് ചെയ്യുകയും ആ തിയറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർക്കൊന്നും ലഭിക്കാതെ, അതായത് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒരു അവസരവും കിട്ടാതെ 2 വർഷത്തെ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് സമയം നഷ്ടപ്പെട്ട് അവസാന ഘട്ടങ്ങളിലേക്ക് ടെൻഷനായി മാറുന്ന സാഹചര്യം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിന് കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് ഒരു ഹൈബ്രിഡ് സംവിധാനമൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വരികയും ആ ഹൈബ്രിഡ് സംവിധാനത്തിൽ ഏറിയും കുറഞ്ഞും പല സ്ഥാപനങ്ങളും അതിനെ ഫോളോ ചെയ്യുകയും അതിലൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയമായിരുന്നെങ്കിൽ പോലും, പക്ഷേ അവിടെയൊക്കെ നമ്മൾ കണ്ടിരുന്നത് ആ ഹൈബ്രിഡ് സിസ്റ്റത്തിലായിരുന്നെങ്കിൽ പോലും ഒരു ഡേ ഓൺലൈൻ പോകുമ്പോഴും അടുത്ത ഡേ ഓഫ്ലൈനിലേക്ക് വരുന്ന സമയത്തും കാണുന്നത് സെയിം ടോപ്പിക്കുകളുടെ റിപ്പീറ്റേഷൻ മാത്രമാണ്. സാറേ, ഇതിൽ ഏറ്റവും കണ്ടൊരു പോയിന്റ് എന്താണെന്നറിയാം, നമ്മുടെ ഈ സിസ്റ്റത്തിലൂടെ കടന്നു വരുന്ന ഒരു കുട്ടിക്ക് പലപ്പോഴും സ്വന്തമായിട്ട് ഒരു പ്രോബ്ലം ചെയ്യാൻ ഈ ട്രെയിനിങ്ങിനൊക്കെ ശേഷവും പറ്റാത്ത ഒരു അവസ്ഥ പലപ്പോഴായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലാക്ക് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസാണ്. അതെ, ഓൺലി പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. യെസ്, പ്രാക്ടീസിന് പകരം മറ്റൊന്നുമില്ല. ഏതൊരു എൻട്രൻസ് എക്സാമിനേഷനും അപ്പിയർ ചെയ്യുന്നൊരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ കുട്ടി പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഫൈനലി ആ കുട്ടിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് ആത്യന്തികമായിട്ട് ആ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുട്ടിക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാനും അതിന് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികൾക്ക് ഒരുക്കേണ്ട ഒരു കാര്യം. ശരിക്കും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയവും അത് തന്നെയാണ്. ആദ്യത്തെ ഡേ ഒരു തിയറിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ട് ക്ലാസ് റൂമിൽ നിന്നുകൊണ്ട് തന്നെ അവരെ തിയറിയെ നമ്മൾ ഗംഭീരമായിട്ട് പഠിപ്പിക്കുകയും അതിനുശേഷം കൺസെപ്ച്വലായിട്ട് ആ കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ക്ലാസ്സിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്ത ഡേ ഓൺലൈൻ അവർ ഹോസ്റ്റലിരുന്നോ വീട്ടിലിരുന്നോ അവർക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് സെൽഫ് പ്രാക്ടീസ്. ആ സെൽഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അവരെടുത്ത് അവരെന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതല്ല. അവരെന്ത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് അത് വെൽ ഡിഫൈൻഡ് ആണ്. അത് വ്യത്യസ്ത ലെവലുകളിൽ, ആദ്യത്തെ ഒരു ബേസിക് കോൺസെപ്ച്വൽ ലെവൽ, അതിനുശേഷം ഒരു ലെവൽ 2ലേക്ക്, അതിനുശേഷം ഒരു ഹയർ ഓർഡർ ലെവലിലേക്ക് കടക്കുന്ന വിധത്തിൽ 3 സെക്ഷനായിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. പ്രീവിയസ് ഡേയിലുള്ള തിയറി ക്ലാസ് കൺസെപ്ച്വലായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫാക്കൽറ്റീസ് ഡിസ്കസ് ചെയ്യും. ആ ഒരു ക്ലാസ്സിന് ശേഷം ലെവൽ 1 ക്വസ്റ്റ്യൻസ് ആണല്ലോ നെക്സ്റ്റ് ഡേ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. ആ ലെവൽ 1 ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് എനി ഹെൽപ്പ് നമ്മുടെ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയിരിക്കണം. അത് പറ്റും തീർച്ചയായിട്ടും. ലെവൽ 2ലേക്കും ലെവൽ 3ലേക്കും കടക്കുന്ന സമയത്താണ് ഇവർക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ ഹെൽപ്പ് വേണമെങ്കിൽ അവർക്ക് വേണ്ടി വരിക. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഓൺലൈനിലൂടെ
അവർക്ക് പ്രൊവൈഡ് അതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള വർക്ക് ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും എക്സാക്ട് ആ വർക്ക് ബുക്കിൽ ഓരോ കുട്ടിയും ഈ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോന്നും കൃത്യമായിട്ട് സെൽഫ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഓൺലൈൻ സപ്പോർട്ടിൻ്റെ സഹായത്തോടു കൂടിയും അതേപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റി അവർക്ക് ഹോസ്റ്റലിലും ക്ലാസ് റൂമിലും അവൈലബിൾ ആക്കും എക്സ്ട്രാ. അതിനുശേഷമാണ് തേർഡ് ഡേയിൽ ആ കുട്ടി വന്ന് ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം എഴുതാൻ പോകും. അപ്പിയർ ചെയ്യേണ്ടത്. അത് മാത്രമല്ല നമ്മുടെ വർക്ക് ബുക്കിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെല്ലാം നമ്മളിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ സസ്പെൻസ് ആയിട്ട് അവിടെ നിൽക്കട്ടെ നമുക്ക്. അതെ തീർച്ചയായിട്ടും. അപ്പോൾ അത്തരം ഒരു വർക്ക് ബുക്ക് ആയിരിക്കും കുട്ടികൾക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ആ വർക്ക് ബുക്കിൽ കൃത്യമായിട്ട് അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്രയും ചെയ്യാം. പക്ഷേ നമ്മുടെ ഒരു തിയറി ക്ലാസ്സിന് തൊട്ടടുത്ത ദിവസമുള്ള നിങ്ങളുടെ പ്രാക്ടീസ് ഡേയിൽ ഉള്ള നിങ്ങൾക്ക് അസൈൻ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ വർക്ക് ബുക്കിൽ എഴുതൽ നിർബന്ധമാണ്. അതായത് ഫസ്റ്റ് ഡേയിൽ തിയറിയിൽ പഠിച്ച ഒരു 2-2.5 മണിക്കൂറിൻ്റെ ഒരു സബ്ജക്റ്റിലെ ടോപ്പിക്കിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതിന് ശേഷം അതിൻ്റെ എല്ലാ തലത്തിലുമുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ടും നമ്മുടെ സഹായത്തോടു കൂടിയും ആപ്പിൻ്റെ സഹായത്തോടു കൂടിയും പഠിക്കുകയും തേർഡ് ഡേ നിങ്ങൾ എക്സാം എഴുതുന്ന രീതിയുമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മൾ ഒരു എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ ഒരു കണ്ടൻ്റായിട്ട് നിങ്ങളോട് പറയുന്നത് മാത്രമായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മാതൃകയാവണം. എല്ലാവരും ഇത് ഫോളോ ചെയ്യണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം എല്ലാ കുട്ടികൾക്കും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു സമ്പ്രദായം. കാരണം ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള എല്ലാ അനുഭവസ്ഥരായിട്ടുള്ള അധ്യാപകരുടെയും സഹായത്തോടു കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു മോഡലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് നമ്മൾ ഓൾറെഡി ഈ ഇത്തരം സിമിലർ സിസ്റ്റത്തിലൂടെ കടന്നു വന്ന കുട്ടികളുടെയും അവരെ ടീച്ച് ചെയ്ത ഫാക്കൽറ്റീസിൻ്റെയൊക്കെ ഫീഡ്ബാക്കും കൂടെ കളക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത്തരം ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ആരും തെറ്റിദ്ധരിക്കരുത്, തിയറി ഡേ എന്ന് പറഞ്ഞല്ലോ ഫസ്റ്റ് ഡേ, ആ തിയറി ഡേയിൽ തിയറി മാത്രമല്ല കേട്ടോ, അതിലും ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ കൃത്യമായിട്ട് ഫാക്കൽറ്റി, നിങ്ങളുടെ ടീച്ചർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസുകളൊക്കെ സോൾവ് ചെയ്യും. അതിൽ തന്നെ ഒരു കാര്യമോട് പറയാനുള്ളത്, ഓൺലൈനിലുള്ള എക്സ്ക്ലൂസീവായിട്ട് ഒരു ടീച്ചർ എന്നില്ല, ആ ടീച്ചേഴ്സിൻ്റെ സേവനം നമുക്ക് ഓഫ്ലൈനിലും ലഭ്യമായിരിക്കും. അപ്പോൾ എല്ലാവരും, അതായത് നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാ കുട്ടികൾക്കും സുരക്ഷിതമായിട്ട് പഠിക്കാനും എല്ലാ കുട്ടികളെയും ഒരേ രൂപത്തിൽ കാണാനും എല്ലാവരുടെയും ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പോകാനുമാണ് നമ്മൾ ഈ ക്യാമ്പസിൽ എന്ത് ചെയ്യുന്നത്, ബെസ്റ്റ് ക്ലാസ്സസ് എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീറ്റിനെ കുറിച്ചാണ്. ജെഇയെ കുറിച്ച് പറയുന്ന സമയത്ത് ജെയുടെ എക്സാം ഫസ്റ്റ് ഫേസ് വളരെ നേരത്തെ വരുന്നത് കൊണ്ട് തന്നെ ഒരിക്കൽ പോലും നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജെഇയെ കൊണ്ട് നമ്മൾ വളരെ ഗഹനമായി ആ വിഷയത്തിൽ നമ്മൾ ആലോചനകൾ നടത്തിയിട്ടുണ്ട്. ജെഇക്ക് ഒരു ഹൈബ്രിഡ് മോഡൽ എന്തുകൊണ്ട് യോജിക്കുന്നില്ല, വളരെ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ജെഇക്ക് നമുക്ക് ഹൈബ്രിഡ് മോഡൽ നമുക്കൊരു നിലക്കും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത അവിടെ ഇല്ല എന്ന് പറയുന്നതാണ് അതിലേറ്റവും ശരി. കാരണം ജെയിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഫേസ് വരുന്നത് ജാനുവരിയിലാണ്. പിന്നെ ജെഇക്ക് നീറ്റിനെ പോലെയല്ല, നമുക്ക് ആകെ ജെഇക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുന്നത് 3 വർഷമാണ്. അത് ഒരു വർഷം നമ്മുടെ +2 പരീക്ഷ എഴുതുന്ന, +2 ബോർഡ് എക്സാം എഴുതുന്ന അതേ വർഷമാണ്. അതിനുശേഷം പിന്നെ 2 തവണ കൂടെ നമുക്കതിന് ചാൻസ് ഉള്ളൂ. എന്ന് വെച്ചാൽ ജെയിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാര്യങ്ങൾ വളരെ ഹൈ പ്രിസിഷനോട് കൂടി തന്നെ, നീറ്റിനത് വേണ്ട എന്നല്ല പറഞ്ഞത്, നീറ്റിന് തീർച്ചയായിട്ടും വേണം. പക്ഷേ നീറ്റിന് നമുക്ക് നല്ലൊരു ടൈം സ്പാൻ ഉണ്ട്, ഒരു 1 ഇയർ ലോങ് പ്രോഗ്രാം ഉണ്ട് നമുക്കവിടെ. നേരെ മറിച്ച് ജെഇക്ക് നമുക്കതില്ല. അപ്പോൾ ജാനുവരിക്ക് മുമ്പേ ഇവരുടെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യണം, റിവിഷനും കവർ ചെയ്യണം, മോക്ക് എക്സാംസുകളും നടക്കേണ്ടത്, അതും CBT നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജെയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് റെഗുലർ ക്ലാസ്സുകളാണ്. റെഗുലർ 6 അവേഴ്സിൻ്റെ ഡെയിലി ക്ലാസ്സുകളും സൺഡേയിൽ അത് റിവൈസ് ചെയ്യുന്ന രൂപത്തിലും, അതേപോലെ തന്നെ ആ റെഗുലർ ക്ലാസ്സിന് ശേഷം അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ലെവൽ 2, ലെവൽ 3 ക്വസ്റ്റ്യൻസുകൾ ആപ്പിൻ്റെ ഹെൽപ്പോട് കൂടി അവർക്ക് സെൽഫ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടുന്ന അവസരം നമ്മൾ ഹോസ്റ്റലിലോ വീട്ടിലോ വെച്ച് ചെയ്യുന്ന രൂപത്തിൽ ബ്ലെൻഡ് ചെയ്തിട്ടാണ്. ആക്ച്വലി ഹൈബ്രിഡ് എന്ന് പറയുമ്പോഴും റെഗുലർ ക്ലാസ്സുകളായിട്ട് പക്ഷേ ഓൺലൈന് മെർജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജെഇ ക്ലാസ്സുകളെ കൊണ്ടുപോകും. സാർ ഇതിൽ വേറൊരു കാര്യമുണ്ട്, പല കുട്ടികളൊപ്പം ഇങ്ങനെ ചിന്തിക്കും, അപ്പം എനിക്കിപ്പോൾ സുഖമില്ലാതെ ഒരു ക്ലാസ്സൊക്കെ മിസ്സായി പോയി, അപ്പോൾ അത്തരം സന്ദർഭത്തിൽ പിന്നെ എന്താ ചെയ്യുക? എനിക്കത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സാറ് ചോദിച്ചത്. കാരണം ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഓഫ്ലൈനിൽ എടുക്കുന്ന മുഴുവൻ ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്സ് നമ്മുടെ ആപ്പിൽ അതാത് ഡേ പ്രകാരം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ക്ലാസ്സുകൾ ഒരിക്കലും നിങ്ങൾ നിർബന്ധപൂർവം കാണേണ്ടതേ ഇല്ല. ഒരിക്കലും നിങ്ങൾ
ഞാൻ പറയാ നിങ്ങൾ കാണേണ്ടതില്ല എന്നാണ്. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രാക്ടീസ് ടൈമിൻ്റെ അന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. അപ്പോൾ ഒരു പക്ഷേ 6 hours ക്ലാസ് അല്ലേ സാറേ ഇവർ ഓഫ്ലൈൻ ഡേയിൽ ഇരിക്കുന്നത്? 6 hours ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ മൈൻഡ് ഒന്ന് മിസ്സാവാനൊക്കെ സാധ്യത ഉണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റിൽ കുറച്ചുകൂടി ഒരു വട്ടം കൂടി ആ കൺസെപ്റ്റ് കേൾക്കണമെന്ന് ചിലപ്പം തോന്നാം. അത്തരം സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോകാം. പിന്നെ സുഖമില്ലാതെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ സുഖമില്ലാത്ത സാഹചര്യത്തിൽ വരാതെ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ക്ലാസ് കാണണ്ട എന്നൊക്കെ പറയുന്നത്? സിമ്പിൾ. വീഡിയോ ക്ലാസ്സസ് എന്നും ഒരു ട്രാപ്പാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്, പ്രാക്ടീസ് ഈസ് ഫാർ മോർ ഇമ്പോർട്ടൻറ്റ്. അവിടെ നിങ്ങൾ എക്സാമിൻ്റെ തലേ ദിവസവും പലപ്പോഴും കുട്ടികൾ കാണാറുണ്ട് സാറേ, എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പൊക്കെ വീണ്ടും ഒരു ടോപ്പിക്കിൽ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ആവേശം വീണ്ടും ക്ലാസ് കാണാൻ. നന്നായിട്ട് ആ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ. പക്ഷേ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു തിയറി കൃത്യമായിട്ട് ഒരിക്കൽ കിട്ടണം, നിർബന്ധമായിട്ടും അത് കിട്ടിയിരിക്കണം. പിന്നീട് നമുക്ക് വേണ്ടത് പ്രാക്ടീസാണ്. ഒരു ടോപ്പിക്കിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നു, അത് സെൽഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ സക്സസ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഫ്യൂച്ചർ മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഓരോരുത്തർക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയാവുന്നത്, ഇപ്പം നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഏകദേശം 4 സെൻറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. കേരളത്തിൽ നമ്മൾ ഓഫ്ലൈൻ ക്യാമ്പസുകൾ വരുന്നത് നമ്മുടെ കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, അതേപോലെ കൊച്ചിയിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. ഇങ്ങനെ 4 ഓഫ്ലൈൻ ക്യാമ്പസുകൾ വരുന്നുണ്ട്. കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള കുട്ടികൾക്കും ശരിക്കും ഫ്യൂച്ചറിന്റെ സേവനം ലഭ്യമായിരിക്കും. ഓക്കെ, കൂടാതെ തന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി കൂടാതെ നമ്മൾ തമിഴ്നാട്ടിലും ഈ വർഷം ഹോസ്റ്റലിൽ ക്വാളിറ്റി ഫുഡ് പ്രൊവൈഡ് ചെയ്യും. തീർച്ചയായിട്ടും. അതായത് ഞാൻ നേരത്തെ തന്നെ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസവും ഏറ്റവും ക്വാളിറ്റിയുള്ള പഠനാന്തരീക്ഷവും ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷണവും. സാർ, അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, അപ്പോൾ നിങ്ങൾ നല്ല ഹെവി ഫീ വാങ്ങാൻ സാധ്യത ഉണ്ടല്ലോ? ഞാൻ ആ ഫീലേക്ക് തന്നെയാണ് വരുന്നത്. ഓഫ്ലൈനിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് അവർ പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 69,999 രൂപ പ്ലസ് GST ആണ്. ഓക്കെ. അപ്പം എന്ന് വെച്ചാൽ മറ്റേത് സെന്ററിന്റെ ഫീസ് എടുത്തു കഴിഞ്ഞാലും അതിനെക്കാട്ടിലും എത്രയോ കുറവാണ് നമ്മൾ വാങ്ങുന്ന ഫീസ്. ഇനി ഓൺലൈൻ കോഴ്സാണ് നീറ്റ് JEE ഒരാൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് വേണ്ടത് 9,999 രൂപ മാത്രമാണ് ഇതിലേക്ക് വേണ്ടത്. റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വർഷത്തേക്ക് വേണ്ടുന്ന എൻറ്റയർ ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ എന്ന് വെച്ചാൽ ഈ ഒരു ഫീസിൽ നമ്മുടെ അതായത് ആഗ്രഹമുള്ള എല്ലാ ആളുകൾക്കും പഠിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അത് തന്നെയാണ് നമ്മൾ ഒരു മോട്ടോ എന്ന് പറയുന്നത്. ഏറ്റവും ക്വാളിറ്റിയുള്ള അധ്യാപകരുടെ സേവനം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ മുഴുവൻ കുട്ടികൾക്കും ലഭ്യമാവുക എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സാർ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിനെ പറ്റിയും കുട്ടികൾക്ക് അറിയാൻ നല്ല താല്പര്യം. തീർച്ചയായിട്ടും. അത് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളും പാറ്റേണൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ചാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒരു പാനൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സാണ് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാപനം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും ഇവരെല്ലാവരും ഈ എൻട്രൻസിൻ്റെ മേഖലയിൽ കഴിഞ്ഞ 30-40 വർഷമായിട്ടുള്ള ആളുകളാണ്. കാരണം ഓരോ സബ്ജക്റ്റിലെയും ഏറ്റവും ടോപ്പായിട്ടുള്ള ടീച്ചറെ അവരുടെ ടീമിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന രൂപത്തിലാണ് ഓരോ തിയറിയും അത് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറയുന്നതും. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും നമ്മളെ ലാസ്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓരോന്നിൻ്റെ റിവിഷന് ശേഷം ഏറ്റവും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഈ ടീച്ചേഴ്സിൻ്റെ പ്രത്യേകമായിട്ടുള്ള മേൽനോട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സർപ്രൈസ് ആയിട്ട് ഫൈനൽ ലാപ്പിൽ നമ്മൾ എല്ലാ ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ടുള്ള മെറ്റീരിയൽ, സ്റ്റഡി മെറ്റീരിയൽസ് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഏറ്റവും ഗംഭീരമായിട്ടുള്ള എക്സാമുകളാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ക്ലാസ് റൂംസുകളായിരിക്കും. ഏറ്റവും നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റി ആയിരിക്കും. ഒരു കാര്യങ്ങളിലും നമ്മളൊരു വീഴ്ചയും വരുത്താതെ ഗംഭീരമായിട്ട് നിങ്ങളെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി ഏറ്റവും ഗംഭീരമായിട്ടുള്ള റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ഞങ്ങൾ എല്ലാവരും ശ്രമിക്കും. അപ്പോൾ സാറേ, എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ കൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കരുത്. കാരണം നമുക്ക് ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഫാക്കൽറ്റി ലൈനപ്പ് തന്നെയാണ്, ഒരു സംശയമില്ല. അടുത്ത ദിവസം ഓരോ ടീച്ചേഴ്സ്, ഇവർക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ടീച്ചേഴ്സ്, കിടിലൻ ടീം. അതൊരു കാര്യം കൂടി എനിക്ക് അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ട്. കാരണം
നിങ്ങളുടെ ഏട്ടന്മാരോ ഏച്ചിമാരോ പഠിച്ചു പോയ ആളുകളുണ്ടാവും. അടുത്ത് നിങ്ങൾ ചോദിക്കണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ആരൊക്കെയായിരുന്നു ഓരോ സ്ഥാപനങ്ങളിലും എന്നുള്ളത്. അവരെയാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ്, നമ്മുടെ ആപ്പ് ഫീച്ചേഴ്സ് എന്ന് തുടങ്ങി നമ്മുടെ മറ്റു കോഴ്സുകളുണ്ട്. ബാക്കിയുള്ള ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് പറയാനുണ്ട്, നമ്മുടെ ട്യൂഷൻ പ്രോഗ്രാമിനെ കുറിച്ച്, സ്കൂളിങ്ങിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ മക്കളെ, ഫ്യൂച്ചറിന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.